വിവാഹബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇട്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്ന 3 കാര്യങ്ങൾ, 3 പില്ലേഴ്സ്, 3 പ്രധാനപ്പെട്ട പില്ലേഴ്സ് വിവാഹബന്ധത്തിന് വേണ്ടതെന്ന് പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. ട്രസ്റ്റ് ആൻഡ് ലവ്, വിശ്വാസ്യത. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. മൂന്നാമത് പറഞ്ഞിരുന്നത് കമ്മിറ്റ്മെൻറ്റ്, എത്ര കമ്മിറ്റഡാണ് നമ്മൾ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പില്ലേഴ്സായിട്ട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടതിനും പ്രോത്സാഹിപ്പിച്ചതിനൊക്കെയുള്ള നന്ദി ഈ സമയം അറിയിക്കാൻ ആഗ്രഹിക്കട്ടെ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തെ പില്ലേഴ്സായ ട്രസ്റ്റ് ആൻഡ് ലവിനെ കുറിച്ചാണ്, വിശ്വാസത, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വിശ്വാസവും സ്നേഹവും എന്നത് എല്ലാ ബന്ധങ്ങളിലെയും ഹൃദയസ്പന്ദനങ്ങളാണ്. അതില്ലാതെ ഒരു ബന്ധവും മുന്നോട്ട് പോവില്ല. എങ്ങനെയാണ് വിശ്വാസത്തെയും സ്നേഹത്തെയും നമുക്ക് ഒന്ന് വിവരിക്കാൻ കഴിയുക? ഈ അന്തരീക്ഷത്തിൽ വായുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. സ്നേഹവും വിശ്വാസവും എന്നൊക്കെ ഉള്ളത് ദൃശ്യമായിട്ടൊരു പക്ഷേ പലപ്പോഴും കാണണമെന്നില്ല. അദൃശ്യമായിട്ട് നമ്മളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴുമുള്ള ഒന്നാണ് വിശ്വാസവും സ്നേഹവും. വിശ്വാസവും സ്നേഹവും എങ്ങനെ വർദ്ധിപ്പിക്കാം? ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ വിശ്വാസവും സ്നേഹവും എങ്ങനെ വർദ്ധിപ്പിക്കാം, വിശ്വാസ്യത എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓരോ ദിവസവുമുള്ള നമ്മളുടെ ഇടപെടലുകളിൽ, ഓരോ ദിവസവും നമ്മുടെ സംസർഗം, അതിനകത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ, വ്യക്തിപരമായി ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. ഒരുമിച്ച് ചില കാര്യങ്ങളെങ്കിലും എല്ലാ ദിവസവും ചെയ്യുക. പാചകം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി അതിനോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു രീതി പലപ്പോഴും പല ബന്ധങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ ചെറിയ തെറ്റുകളും ചെറുതും വലുതുമായ തെറ്റുകൾക്കൊരു ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പല കേസുകളും നമ്മുടെ മുന്നിൽ വരുന്ന കേസുകൾ പലതും അപഗ്രഥനം ചെയ്യുമ്പോൾ കണ്ടമാനം വൈകാരികമായിട്ടുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥ, വൈകാരികമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്നത് ദാമ്പത്യത്തെ, അതിൻ്റെ ബന്ധത്തെ, അതിൻ്റെ വിശ്വാസ്യതയൊക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പല കേസുകളും നമ്മളുടെ അടുത്ത് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ പ്രതികരിക്കണമായിരുന്നു, ഇത്രമേ രൂക്ഷമായിട്ട് പ്രതികരിക്കണമായിരുന്നു, കുറച്ചൊക്കെ ക്ഷമിച്ചുകൂടെ, പിന്നീടെങ്കിലും ആലോചിക്കും, ഇത് ക്ഷമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇത്രമേ വൈകാരികമായിട്ട് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഈ രീതിയിൽ പിന്നീട് നമ്മൾ വേദനിക്കുന്നു, പിന്നീട് നമ്മൾ പരിതപിക്കുന്നു. സോ അവിടെ വിശ്വാസ്യത നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രമേ പൊട്ടിത്തെറിയുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ വന്നു ചേരുന്ന ഒന്നല്ല വിശ്വാസ്യത, സ്നേഹമൊക്കെ. കാലക്രമേണ ഒരുപക്ഷെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ വളരേണ്ട, വന്നു ചേരുന്ന, പാഠമാകുന്ന ഒന്നാണ് വിശ്വാസവും സ്നേഹവുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിനെ ബോധപൂർവം ഇതിനെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ വൈവാഹിക ബന്ധത്തെ കുറച്ചുകൂടെ മാസ്മരികത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, വിശ്വാസതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾക്ക് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം. വിശ്വാസ്യതയും സ്നേഹവും. എങ്ങനെയാണ് നമ്മൾക്ക് സ്നേഹം മനസ്സിലാവുന്നത്? പങ്കാളിക്ക് എങ്ങനെയാണ് മനസ്സിലാകേണ്ടത് സ്നേഹമുണ്ടെന്ന്? അതാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം അറിയിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. പ്രകടിപ്പിക്കാത്ത സ്നേഹവും ചിലവഴിക്കാത്ത പണവും വായിക്കാത്ത പുസ്തകങ്ങളും എല്ലാം ഒരേപോലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്നേഹം ഉണ്ട് എന്ന് പറയുകയല്ലാതെ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. സ്നേഹം എത്രമേ വ്യക്തതയോടെ, എത്രമേ പ്രകടമാക്കാൻ സാധിക്കുമോ അതേ കണക്ക് പ്രകടിപ്പിക്കുക. അതിലാണ് കാര്യമുള്ളത്. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട അവസരങ്ങൾ പ്രകടിപ്പിക്കാതെ വരുമ്പോൾ അതിന് സ്നേഹമുണ്ട് എന്നുള്ളതിനൊരു വിലയുമില്ല. ചെറുതും വലുതുമായിട്ടുള്ള നമ്മളുടെ ആഘോഷങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ചില ചടങ്ങുകൾ, ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ,
അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കളർഫുള്ളാക്കാൻ സാധിക്കും നമ്മൾ വിചാരിച്ചാൽ. അങ്ങനെ നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ചെയ്യുമ്പോൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകുമ്പോൾ, അവരുടെ സ്വപ്നങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ, അതൊക്കെ ബന്ധങ്ങൾക്ക് കൂടുതൽ മാസ്മരികത വരുത്തും. അതുകൊണ്ട് സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ആഘോഷിക്കപ്പെടാനുള്ളതാണ്. വിവാഹ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള 3 പില്ലേഴ്സിൽ ഒരെണ്ണമായ വിശ്വാസ്യതയും സ്നേഹവും, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിനും വിശ്വാസ്യതയ്ക്കും എന്ത് പ്രാധാന്യമാണുള്ളത്? അതിൻ്റെ അളവുകോൽ എന്താണ്? എന്തുമാത്രമാണ് വിശ്വാസ്യത ഉള്ളത്? ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താമോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ലഭ്യമാകണമെങ്കിൽ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യാം. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ 3 പില്ലേഴ്സിൽ രണ്ടാമത്തെ പില്ലേഴ്സായിട്ട് നമ്മൾ പറഞ്ഞ ആശയവിനിമയത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.